ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ സിംഗപ്പൂർ റിലേഷൻസ്. ഇത് നമ്മളുടെ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായത്. സോ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ നിന്നാണ് ഞാൻ ഈ ഒരു വാർത്ത കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇന്നലെ അല്ലെങ്കിൽ ഓഗസ്റ്റ് 13 നമ്മളുടെ ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മിനിസ്റ്റേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻജിയും ദെൻ ഹോണറബിൾ എസ് ജയശങ്കർ സാറും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇന്ത്യയുടെയും സിംഗപ്പൂരിന്റെയും റിലേഷൻസ് ഒന്ന് താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ഏത് ഇന്റർനാഷണൽ റിലേഷൻ ടോപ്പിക് വരുമ്പോഴും നമ്മൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ഒന്ന്, അവരുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ നോക്കും. നമ്മൾ എവിടെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിന് പ്രധാനപ്പെട്ട എന്തെങ്കിലും ജിയോഗ്രഫീസ് ഉണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ ഫിലിപ്പീൻസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫിലിപ്പീൻസിന്റെ പൊസിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സ്കാർബറോ ഐലൻഡിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിറ്ററി ആണ്. ദെൻ വേറെ എന്താ നമ്മൾ നോക്കുന്നത്? ജിയോഗ്രഫിക്കൽ പൊസിഷൻ നോക്കും. ദെൻ ഇന്റർനാഷണൽ റിലേഷനെ 5 ഹെഡിലേക്ക് നമ്മൾ ചുരുക്കും. 5 പേഴ്സ്പെക്റ്റീവുകളിൽ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻ അനലൈസ് ചെയ്യും. ഏതൊക്കെയാണ് 5 പേഴ്സ്പെക്റ്റീവ്? ഒന്ന്, പൊളിറ്റിക്കൽ റിലേഷൻ. അവിടെ നമ്മൾ ഹിസ്റ്ററിയും ദെൻ പൊളിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പൊളിറ്റിക്കൽ റിലേഷനിൽ അഡ്രസ് ചെയ്യും. ദെൻ എക്കോണമിക് റിലേഷൻ. ഇക്കോണമിക് റിലേഷനിൽ എന്താണ്? നമ്മൾ നോർമൽ എക്കോണമിയിൽ പറയുന്ന കാര്യങ്ങൾ, ട്രേഡ്, സർവീസ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എക്കോണമി സെക്ടറിൽ അല്ലെങ്കിൽ എക്കോണമിക് റിലേഷനിൽ നമ്മൾ പറയും. ദെൻ സ്ട്രാറ്റജിക് ഓർ ഡിഫൻസ് റിലേഷൻ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദെൻ വേറെ ഏതാണ്? സോഷ്യോ ആൻഡ് കൾച്ചറൽ റിലേഷൻസ്. ഓക്കെ, സോഷ്യോ ആൻഡ് കൾച്ചറൽ റിലേഷൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. നമ്മളുടെ കൾച്ചറൽ ടൈസിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളവിടെ പറയുന്നത്. ദെൻ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ റിലേഷൻ അല്ലെങ്കിൽ ടെക്നോളജി ഓർ ഇൻഫ്രാസ്ട്രക്ചറൽ റിലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു 6ാമതൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. എന്താണ്? എൻവിറോൺമെന്റൽ അല്ലെങ്കിൽ എക്കോളജിക്കൽ റിലേഷൻസ്, വിച്ച് മീൻസ് നമ്മൾ എൻവിറോൺമെന്റൽ റിലേഷൻ ആയിട്ട് ഒരുപാട് കൺട്രീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി, ലോകത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മേജർലി 5 ഹെഡിലാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ. സോ ഈ 5 ഹെഡിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 5 ഹെഡിലേക്ക് നമുക്ക് കാര്യങ്ങൾ ഒതുക്കാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ആദ്യം നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം നോക്കണം. 2014 UPSC പ്രിലിംസിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഒക്യുറൻസ് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് in the Southeast Asia as one proceeds from south to north? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ ഇതില് ഏതൊക്കെ സിറ്റിയിലാണ് ആദ്യം? അതായത് സിംപിളി പറഞ്ഞിരിക്കുന്നത്, ഈ താഴെ തന്നിരിക്കുന്ന 4 സിറ്റീസിനെ സൗത്ത് ടു നോർത്ത്, ദക്ഷിണത്തിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് എന്നുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം വരുന്നത് സിംഗപ്പൂർ സിറ്റി ആണോ, അല്ലെങ്കിൽ ജക്കാർത്തയാണോ, ഹനോയ്? കൺട്രീസിന്റെ പേരൊന്നുമല്ല, പക്ഷേ എന്തിന്റെ പേരായി തന്നിരിക്കുന്നത്? കൺട്രീസിന്റെ ക്യാപിറ്റൽസിന്റെ പേരാണ് ഈ തന്നിരിക്കുന്നത്. സോ കൺട്രീസിന്റെ പേര്, കൺട്രീസിന്റെ ഒരു പൊസിഷൻ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഈ ക്യാപിറ്റൽസ് സിറ്റീസിനെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഇതൊരു ടഫ് ക്വസ്റ്റൻ ആണ്. ടഫ് ക്വസ്റ്റൻ ഒന്നുമല്ല. നമുക്ക് ജോഗ്രഫിക്കൽ പൊസിഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിംപിളി മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മളുടെ ഏതാണ് സിംഗപ്പൂരിന്റെ പൊസിഷൻ ഒന്ന് നോക്കണം. ദെൻ അതിനുശേഷം അടുത്തുള്ള കൺട്രീസിന്റെ പൊസിഷൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു മാപ്പ് വരുന്നത്. ഇന്ത്യ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു കൺട്രിയാണ്. മ്യാൻമറിനോട് നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, മ്യാൻമർ. സോ മ്യാൻമർ, ഇനി നമുക്ക് നമ്മളുടെ ഈസ്റ്റേൺ സൈഡിൽ നിന്ന്, ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ഗ്ലോബൽ ഈസ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, സോ നമ്മളുടെ തൊട്ടടുത്ത് ആര് കിടപ്പുണ്ട്? മ്യാൻമർ കിടപ്പുണ്ട്. ഓക്കെ, ആര് കിടപ്പുണ്ട്? നമ്മളുടെ തൊട്ടടുത്ത് മ്യാൻമർ കിടപ്പുണ്ട്. ദെൻ മ്യാൻമറിൽ കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? തായ്ലൻഡിൽ എത്തും. ഓക്കെ,
തായ്ലൻഡ് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ തായ്ലൻഡിൽ നമ്മൾ എത്തും. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തായ്ലൻഡ് കംബോഡിയ. ഇവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടല്ലോ, ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. എച്ച് അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. എന്താണ് ആ മൗണ്ടെയിൻ റേഞ്ചിന്റെ പേര്? ഹാങ്റേക്ക് മൗണ്ടെയിൻസ്. സോ ഹാങ്റേക്ക് മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ഈ തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും ഇടയിലുണ്ട്. ഓക്കെ, സോ തായ്ലൻഡ് കംബോഡിയ നമുക്കറിയാം. അപ്പോൾ 3 രാജ്യങ്ങളായി. ഒന്ന് മ്യാൻമർ, ദെൻ തായ്ലൻഡ്, ദെൻ കംബോഡിയ. ഓക്കെ, ദെൻ അതിന്റെ മുകളിൽ ഈ കംബോഡിയയുടെയും തായ്ലൻഡിന്റെയും മുകളിലായിട്ട് ആരുണ്ട്? ലാവോസ് ഉണ്ട്. ലാവോസ് ഉണ്ട്. ദെൻ ഇതിന് സൈഡിലായിട്ട് വിയറ്റ്നാം, എസ് ഷേപ്പിൽ കിടക്കുന്ന വിയറ്റ്നാം. ഈ എല്ലാ കൺട്രീസിനെയും തൊട്ടുകൊണ്ട് എസ് ഷേപ്പിൽ കിടക്കുന്ന വിയറ്റ്നാം എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. ചൈനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. ഓക്കെ, പണ്ട് വിയറ്റ്നാം വാർ നടന്നത്, അമേരിക്ക വിയറ്റ്നാമിനെ ആക്രമിക്കുകയും വിയറ്റ്നാം വാർ നടക്കുകയും ചെയ്തു. ഇന്ത്യ അതിനെ തള്ളി പറഞ്ഞു. സോ വിയറ്റ്നാം അവിടെയുണ്ട്. ദെൻ ആരാണ് താഴെ? ഇതിന്റെയും താഴെയാണ് ആര് കിടക്കുന്നേ? മലേഷ്യ എന്ന് പറഞ്ഞ കൺട്രി കിടക്കുന്നേ. ഓക്കെ, ഇതിനും താഴെയാണ് മലേഷ്യ എന്ന് പറഞ്ഞ കൺട്രി കിടക്കുന്നത്. മലേഷ്യ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ അവർക്ക് കുറച്ച് സ്ഥലം കൂടിയുണ്ട് മലേഷ്യക്ക്. ഓക്കെ, സോ ഈ മലേഷ്യയുടെ നോർത്തേൺ സൈഡിന്റെ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും ടിപ്പ് പോയിന്റിൽ കിടക്കുന്ന കൺട്രിയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയുടെ പാർട്ടാണോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് മലേഷ്യയുടെ ക്യാപിറ്റൽ ആണ് സിംഗപ്പൂർ എന്നുള്ളതാണ്. അല്ല, ഇവിടെ അത് തിരുത്തി പൊക്കൂ. മലേഷ്യയുടെ ക്യാപിറ്റൽ അല്ല സിംഗപ്പൂർ. സിംഗപ്പൂർ ഇസ് എ സെപ്പറേറ്റ് കൺട്രി. മലേഷ്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു കൺട്രിയാണ് സിംഗപ്പൂർ. പൊട്ടുപോലെ, അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോലും ഇല്ലാത്ത സ്ഥലം, അത്രയും ചെറിയ ഒരു കൺട്രിയാണ്. ഏകദേശം ഒരു 40 ലക്ഷം ആളുകൾ മാത്രമേ എവിടെയുള്ളൂ? സിംഗപ്പൂരിലുള്ളൂ. ഓക്കെ, നമ്മളുടെ ഒരു കേരളത്തിന്റെ പോപ്പുലേഷന്റെ പകുതി പോലും സിംഗപ്പൂരിൽ ഇല്ല. സോ അങ്ങനെ ഒരു കുഞ്ഞൻ കൺട്രിയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. ദെൻ താഴെ ആരുണ്ട്? ഇന്തോനേഷ്യ ഉണ്ട്. ഇപ്പുറത്ത് ആരുണ്ട്? ഫിലിപ്പീൻസ് ഉണ്ട്. ഫിലിപ്പീൻസിന്റെ റിലേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ എന്താണ്? പറഞ്ഞ ഫിലിപ്പീൻസ് റിലേഷനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ എന്താണ്? മനിലയാണ് ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ. മനില ഡ്യൂ ന്യൂഡൽഹി, പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മനില ഡ്യൂ ന്യൂഡൽഹി. ദെൻ ഇന്തോനേഷ്യ. അപ്പൊ ഒരു പിക്ചർ കിട്ടിയല്ലോ. ഇനി ഞാൻ ഈ ഫോട്ടോ മാറ്റുകയാണ്. ദെൻ നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മളുടെ തൊട്ടടുത്ത് ആരുണ്ട്? തൊട്ടടുത്ത് മ്യാൻമർ ഉണ്ട്. മ്യാൻമറിന്റെ താഴേക്ക് വരുമ്പോൾ ആരാ ഉള്ളേ? പിക്ചർ മാറ്റാണ്ട് മൈൻഡിൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. മൈൻഡിൽ മാപ്പ് നിങ്ങൾ നോക്കുക. ആ മുകളിൽ നമ്മളുടെ തൊട്ടടുത്തായിട്ട് ആരുണ്ട്? മ്യാൻമർ ഉണ്ട്. മ്യാൻമറിന്റെ സൈഡിലായിട്ട് തായ്ലൻഡ് ഉണ്ട്. തായ്ലൻഡിനോട് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രി ഏതാണ്? യുദ്ധം നടക്കുന്നത് കംബോഡിയ എന്ന് പറയുന്ന രാജ്യമാണ്. ദെൻ അതിന് മുകളിലായിട്ട്, കംബോഡിയയ്ക്കും തായ്ലൻഡിനും മുകളിലായിട്ട് ലാവോസ് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. ഓക്കെ, സോ ലാവോസിനെ പിടികിട്ടിയല്ലോ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ദെൻ വിയറ്റ്നാം, ചൈനയോട് ചേർന്ന് പണ്ട് യുദ്ധം നടന്നിരുന്ന ചൈനയോട് ചേർന്ന് കിടക്കുന്നിരുന്ന പ്രദേശമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തായ്ലൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. തായ്ലൻഡിനും താഴെയായിട്ട് ആരുണ്ട്? നമ്മളുടെ മലേഷ്യ ഉണ്ട്. മലേഷ്യ 2 ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ദെൻ മലേഷ്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു കുഞ്ഞൻ ഐലൻഡ് കൺട്രി ഉണ്ട്. ഏതാണ്? സിംഗപ്പൂർ എന്ന് പറയുന്ന ഐലൻഡ് കൺട്രി. ദെൻ അതിന് താഴെ ഒരു വലിയ കൺട്രി ഉണ്ടല്ലോ. ആരാണ്? ഇന്തോനേഷ്യ എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, ദെൻ ഇന്തോനേഷ്യക്ക് മുകളിലായിട്ട് ആരുണ്ട്? ചൈനയോട് അടുത്ത് കിടക്കുന്ന, നമ്മൾ ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് മിസൈൽ കച്ചവടം ചെയ്യുന്ന ആരുണ്ട്? ഫിലിപ്പീൻസ് ഉണ്ട്. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ മനിലയാണ്. ഓക്കെ, ഒരു പിക്ചർ മനസ്സിലായല്ലോ. മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടല്ലോ. നാളെ രാവിലെ ആകുമ്പോൾ എന്തായാലും മറന്നുപോകും. സോ നാളെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ഈ ഒരു ഷെയർസ് അല്ലെങ്കിൽ ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് ഓർക്കണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും മറന്നുപോകും. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി ഓർത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മറക്കില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ മൈൻഡ് മാപ്പുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു അറേഞ്ച്മെന്റ് കിട്ടിയല്ലോ. ഇനി എങ്ങടേക്ക് പോകണം നമുക്ക്? ഇനി നമുക്ക് പോകേണ്ടത് ക്യാപിറ്റൽസിലേക്ക് ഒന്ന് പോവാം.
ഇനി നമുക്ക് ക്യാപിറ്റലുകളിലേക്ക് ഒന്ന് പോവാം. അതായത് അടുത്ത് കിടക്കുന്ന കൺട്രീസിന്റെ ഒക്കെ ക്യാപിറ്റൽ, നമുക്ക് പ്രധാനപ്പെട്ട കൺട്രീസിന്റെ ഒരു ക്യാപിറ്റൽ നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പീൻസിന്റെ ഞാൻ പറഞ്ഞു മനിലയാണ്. മനില, ന്യൂഡൽഹി കരാറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ കണ്ടു. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ എന്താണ്? ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ജക്കാർത്തയാണ്. പലപ്പോഴും ന്യൂസുകളിൽ വരാറുണ്ട്. ദെൻ മലേഷ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? മലേഷ്യയുടെ ക്യാപിറ്റൽ കോലാലംപൂർ സിറ്റിയാണ്. ഓക്കെ, മലേഷ്യയുടെ ക്യാപിറ്റൽ കോലാലംപൂർ ആണ്. ദെൻ തായ്ലൻഡിന്റെ ക്യാപിറ്റലോ? തായ്ലൻഡിന്റെ ക്യാപിറ്റൽ സിമ്പിൾ അല്ലേ, നമ്മൾ യാത്രയൊക്കെ പോകുന്നത്, ട്രിപ്പൊക്കെ പോകുന്നത് എവിടേക്കാണ്? ബാങ്കോക്കിലേക്കാണ് നമ്മൾ യാത്രയും ട്രിപ്പൊക്കെ പോകുന്നത്. ഓക്കെ, ദെൻ വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹനോയി ആണ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ. കംബോഡിയയുടെ നോം നെന്നു അങ്ങനെ എന്തോ പറയുന്ന PNOMPNE അങ്ങനെ എന്തോ പറയുന്ന നോംനെ എന്ന് പറയുന്നതാണ് നമ്മളുടെ കംബോഡിയയുടെ ക്യാപിറ്റൽ. ദെൻ സോ ഇതെല്ലാമാണ് ക്യാപിറ്റൽസ്. മനസ്സിലായല്ലോ? ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റൽ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ പ്ലേസുകളുടെ പൊസിഷൻ പഠിച്ചോ? പ്ലേസുകളുടെ പൊസിഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പാക്കിയോ ആദ്യം? ഇപ്പൊ താഴെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞിട്ട് താഴെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യ വരണം, ദെൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞ കുഞ്ഞൻ കൺട്രി, മലേഷ്യ, അതിനുശേഷം തായ്ലൻഡിലേക്ക് കണക്ഷൻ. ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിൽ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വരണം. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നു. ജക്കാർത്ത എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ദെൻ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ മലേഷ്യയുടെ താഴെ കിടക്കുന്ന ഒരു കുഞ്ഞൻ ഐലൻഡ് കൺട്രി. പിന്നെ എവിടെയാണ്? ബാങ്കോക്ക് ഈസ് ഇൻ തായ്ലൻഡ്. സോ ഹനോയി വിയറ്റ്നാമിന്റെ തലസ്ഥാനമാണ്. സോ ഇതിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഏതായിരിക്കും? ഇന്തോനേഷ്യ ആയിരിക്കും ഏറ്റവും താഴെ കിടക്കുന്നത്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജക്കാർത്തയായിരിക്കും ഏറ്റവും താഴെ കിടക്കുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി 3 ആദ്യം വരണം, 3 സൗത്തിൽ വരണം. സോ ഞാൻ എയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ 3ന് ശേഷം 2 വരണോ? 3ന് ശേഷം ഹനോയി എവിടെയാണ് കിടക്കുന്നത്? ഹനോയി വിയറ്റ്നാമിലാണ്. വിയറ്റ്നാം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലാണ്, ചൈനയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി വിയറ്റ്നാം അല്ല. ഓക്കെ, വിയറ്റ്നാമിന് മുൻപ് എന്തായാലും ആര് വരും? സിംഗപ്പൂർ വന്നിരിക്കും. സിംഗപ്പൂറോ ബാങ്കോക്കോ വന്നിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പായി വിയറ്റ്നാം അല്ല. ഞാൻ എന്റെ മൈൻഡ് മാപ്പിൽ ഞാൻ മാപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വിയറ്റ്നാം എന്തായാലും വരില്ല. 2 ഒഴിവാക്കിയിട്ടുള്ള ഉത്തരവ് ഏതാണ്? സി. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തി. മനസ്സിലായോ? സോ ഹനോയി എവിടെയാണ്? വിയറ്റ്നാമിലാണ് എന്ന് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദെൻ ഈ ഒരു മൈൻഡ് മാപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ജോഗ്രഫിക്കൽ പാർട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ആ മൈൻഡ് മാപ്പ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. മറന്നു പോകും, നാളെ ആവുമ്പോൾ വീണ്ടും ഓർക്കുക. അത്രയും ചെയ്യാനായിട്ടുള്ളൂ നമുക്ക്. ദെൻ ഇടക്കിടക്ക് ന്യൂസുകൾ വരുമ്പോൾ, തായ്ലൻഡിനെ കുറിച്ചിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഈ മാപ്പിലേക്കൊന്നും തിരിച്ചു വരിക. അത്രയും നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ദെൻ ഇനി നമുക്ക് സിംഗപ്പൂരിലേക്ക് വരാം. എന്താണ് ഞാൻ പറഞ്ഞു? ഒരു കുഞ്ഞൻ കൺട്രി, മലേഷ്യയിൽ നിന്ന് വേർതിരിഞ്ഞു പോയ ഒരു കുഞ്ഞൻ കൺട്രിയാണ് സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംഗപ്പൂരിന്റെ തലസ്ഥാനം എന്താണ്? സിംഗപ്പൂരിന്റെ തലസ്ഥാനം സിംഗപ്പൂർ സിറ്റി തന്നെയാണ്. ആകെ ഒരു കുഞ്ഞൻ കൺട്രി ഉള്ളൂ. 39 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു കുഞ്ഞൻ കൺട്രിയാണ്. അതിന് ഇനി വേറെ തലസ്ഥാനം കൂടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ സിംഗപ്പൂർ സിറ്റി തന്നെയാണ് അതിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറുന്നത്? തൊട്ടടുത്ത് ഇന്തോനേഷ്യ ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, ദെൻ വിയറ്റ്നാം ഉണ്ട്, ലാവോസ് ഉണ്ട്, അങ്ങനെയുള്ള കൺട്രീസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ലോക ട്രേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറുന്നത്? ഈ വർഷം സിംഗപ്പൂരുമായിട്ടുള്ള നമ്മളുടെ ട്രീറ്റുകൾ ഒപ്പിട്ടിട്ട്, അല്ലെങ്കിൽ സിംഗപ്പൂരുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ, ഡിപ്ലോമാറ്റിക് ടൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 60 വർഷം തികയുന്ന വർഷമാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ദ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. സിംഗപ്പൂരിനെ ടച്ച് ചെയ്യാണ്ട് ഒരു കൺട്രിക്കും അവരുടെ ട്രേഡ്, ഗ്ലോബൽ ട്രേഡ് നടത്താനായിട്ട് പറ്റില്ല. ഓക്കെ, സോ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിടുക്ക്. 2 സ്ഥലങ്ങൾക്ക്, 2 കരഭാഗങ്ങൾക്കിടയിലുള്ള കടലിടുക്കിനെയാണ് സ്ട്രെയിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ലോകത്തെ ട്രേഡിനെ, ലോകത്തിന്റെ കപ്പൽ നീക്കങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 1-2 സ്ട്രെയിറ്റുകൾ ഉണ്ട്. സോ ഇന്തോനേഷ്യൻ ഭാഗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ ഭാഗത്തുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ദെൻ ഒമാൻ തീരത്തൊരെണ്ണമുണ്ട്, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്.
ഓക്കെ, മറന്നുപോയെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഒന്ന് മാപ്പിൽ പോയി നോക്കുക, അറ്റ്ലസ് എടുത്ത് മറിച്ചിട്ട് മാപ്പിൽ പോയി നോക്കുക സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. സോ സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കൺട്രിയാണ് സിംഗപ്പൂർ. സോ ഓൾമോസ്റ്റ് എല്ലാ ഷിപ്പുകളും അവിടെ വന്ന് ഡോക്ക് ചെയ്യുകയും ഇന്ധനം നിറയ്ക്കുകയും അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്തിട്ടേ ലോക ട്രേഡിങ്ങിലേക്ക് പോകാറുള്ളൂ. സോ ഒരു മേജർ പോർട്ട് ടൗൺ ആണ് നമ്മളുടെ ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ ഒരുപാട് വരുമാനം, അവരുടെ മേജർ ഷെയർ ഒരു 99.999% ക്യാഷും വരുന്നത് എവിടെ നിന്നാണ്? ഈ പോർട്ടുകളിൽ നിന്ന് മാത്രമാണ്, സിംഗപ്പൂർ പോർട്ട്സിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, സോ ഇതാണ് സിംഗപ്പൂരിന്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മളുടെ എക്കോണമിക് ട്രേഡിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായപ്പോൾ സിംഗപ്പൂരിന്റെ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്ക് പോകേണ്ടത് പൊളിറ്റിക്കൽ റിലേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പൊളിറ്റിക്കൽ റിലേഷൻ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1819 തുടങ്ങിയിട്ട് നമ്മളുടെ പൊളിറ്റിക്കൽ റിലേഷൻസ് തുടങ്ങുന്നുണ്ട്. 19 നമ്മൾ അവിടെ ഒരു ട്രേഡിംഗ് സ്റ്റേഷൻ, ബ്രിട്ടീഷുകാരൊരു ട്രേഡിംഗ് സ്റ്റേഷൻ എവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? സിംഗപ്പൂരിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 1943 ആയി കഴിഞ്ഞപ്പോൾ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്ക് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ, നമ്മുടെ വേൾഡ് വാർ 2 ഒക്കെ നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് അവിടെ സിംഗപ്പൂർ ബേസ് ചെയ്തുകൊണ്ട് ആസാദ് ഹിന്ദ് എന്ന് പറഞ്ഞ പ്രൊവിഷണൽ ഗവൺമെന്റ്, അതായത് ഇനി ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അംഗീകരിക്കില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ആരംഭിച്ചു. നിങ്ങളല്ല, ഇനി ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസ് നേരെ ഒരു ഗവൺമെന്റ്, പ്രൊവിഷണൽ ഗവൺമെന്റ് ആരംഭിച്ചു, ആസാദ് ഹിന്ദ് എന്ന് പറയുന്നത്. സോ അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ സിംഗപ്പൂരിൽ നിന്നായിരുന്നു ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, പ്രൊവിഷണൽ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദെൻ 1965 മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ സ്വാതന്ത്ര്യം നേടി, സിംഗപ്പൂർ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് മാറി. സോ സിംഗപ്പൂരിനെ അംഗീകരിച്ച ആദ്യ കൺട്രീസുകളിൽ ഒന്നാണ് ഇന്ത്യ. ഓക്കെ, സിംഗപ്പൂരിനെ അംഗീകരിച്ച ആദ്യ കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ. ഓക്കെ, ദെൻ ഈ റിലേഷൻസ് വളർന്ന് പന്തലിച്ചു. 2015 ആയപ്പോഴേക്കും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ സിംഗപ്പൂരുമായിട്ട് ഒപ്പിടുകയാണ്. ഓക്കെ, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ ഒപ്പിടുന്നു. കറന്റ് 60 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ സിംഗപ്പൂർ റിലേഷനുമായിട്ട്, ഡിപ്ലോമാറ്റിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സോ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് അവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ബയലാറ്ററൽ എയർ സർവീസ് എഗ്രിമെന്റ്, അതായത് രണ്ട് രാജ്യങ്ങൾക്കും, അതായത് സിംഗപ്പൂരിനും ഇന്ത്യക്കും തമ്മിൽ എയർ റിലേഷൻസ് ആയിരുന്നു നമ്മൾ ഒപ്പിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ 1994 ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു. ഓക്കെ, എന്താണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് എക്കണോമിക്സിലെ ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ടാക്സേഷൻ അവോയ്ഡൻസ്, പേരിൽ തന്നെയുണ്ട്, ടാക്സേഷൻ അവോയ്ഡൻസ് ചെയ്യുന്നതിനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി നമ്മളുടെ എവിടെ പ്രവർത്തിക്കുന്നു? സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഓക്കെ, സോ ഒരു മൾട്ടിനാഷണൽ കമ്പനി, സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി, അവര് സിംഗപ്പൂരിലും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഏത് കൺട്രി ഇവരെ ടാക്സ് ചെയ്യും? അതായത് ഇവര് എന്ത് ചെയ്യാണ്? ഇവര് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഒരു ഫോൺ കമ്പനിയാണെന്ന് വിചാരിക്കുക, അതായത് മാത്യു പോൾ എന്ന് പറയുന്ന ഒരു ഫോൺ കമ്പനിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ എന്റെ ഒറിജിൻ എവിടെയാണ്? സിംഗപ്പൂരിലാണ്. പക്ഷെ ഞാൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എന്നോട് പറഞ്ഞു, മോനെ നീ ടാക്സ് അടയ്ക്കണം, ഇന്ത്യയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ മറ്റേ എനിക്ക് ടാക്സ് ഇല്ല, എന്നെ പിടിക്കണമെങ്കിൽ സിംഗപ്പൂരിയൻ പോലീസ് വരണം എന്നൊക്കെ പറയില്ലേ നമ്മൾ, മറ്റേ ഇതൊരു സിനിമയിൽ പറയില്ല, അതുപോലെ എനിക്ക് ടാക്സ് അടയ്ക്കണമെങ്കിൽ സിംഗപ്പൂരിന്റെ ലോ വേണം. സോ സിംഗപ്പൂരിൽ താരതമ്യേന എന്ത് കുറവാണ്? ടാക്സേഷനുകൾ കുറവാണ്. സോ പല രാജ്യങ്ങളും ടാക്സ് ഇവേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സിംഗപ്പൂർ പോലെയുള്ള ടാക്സ് ഹേവൻ കൺട്രീസ്, അങ്ങനെയുള്ള കൺട്രീസിനെ വിളിക്കുന്നതിനാണ് ടാക്സ് കുറഞ്ഞ കൺട്രീസ്, ഇങ്ങനെയുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള കൺട്രീസിനെ വിളിക്കുന്നതാണ് ടാക്സ് ഹേവൻസ്. സോ ടാക്സ് ഹേവൻ കൺട്രീസിലേക്ക് പോയി അവരുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് അവിടെ തുറന്നു വെക്കും. ഓക്കെ, ദെൻ പ്രവർത്തനങ്ങൾ മൊത്തം ഇന്ത്യയിലായിരിക്കും. സോ ഇന്ത്യക്ക് കിട്ടേണ്ട ടാക്സ് അങ്ങനെ കുറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ടാക്സുകൾ ചുമത്തില്ല.
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടാക്സ് അടിച്ചിരിക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ അത് എവിടെയാകാം, സിംഗപ്പൂരിലാകാം, അല്ലെങ്കിൽ ഇവിടെ ആകാം. ദെൻ നമ്മൾ ഒരു ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പിന്നീട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിമം ടാക്സ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, എല്ലാ കൺട്രീസും കൂടി കൂടിയിട്ട് ഒരു മിനിമം ടാക്സ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ദെൻ ആ ടാക്സ് റേറ്റിൽ കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോകത്ത് ഒരു ഗ്ലോബൽ മിനിമം ടാക്സ് റേറ്റ് 20% ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ സിംഗപ്പൂരിന്റെ ടാക്സ് റേറ്റ് 5% മാത്രമേ ഉള്ളൂ. ഓക്കെ, സിംഗപ്പൂരിലെ ടാക്സ് റേറ്റ് 5% മാത്രമേ ഉള്ളൂ. നിങ്ങൾ സിംഗപ്പൂരിൽ 5% ടാക്സ് അടച്ചോളൂ. ദെൻ ബാക്കി പറ്റുന്ന 15% ടാക്സ് ഇന്ത്യയിൽ നിങ്ങൾ അടയ്ക്കണം. അതിനെയാണ് ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ഏർലിയർ ഫോം ആയിരുന്നു ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. 2 ടാക്സേഷനുകൾ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നമ്മൾ 1994 നമ്മൾ സൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതൊരു എക്കോണമിക് എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഒരു മേജർ ഷെയർ വരുന്നത് എവിടെയാണ്? 2015 നമ്മളുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിലാണ്. ഓക്കെ, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിലാണ്. അതിനു മുൻപ് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു, കോംപ്രഹെൻസീവ് എക്കോണമിക് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്കോണമിക് കോർപ്പറേഷൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് 2005 മറ്റൊരു എഗ്രിമെന്റ് കൂടിയിട്ട് നമ്മൾ സൈൻ ചെയ്യുകയാണ്. സോ നമ്മുടെ പൊളിറ്റിക്കൽ റിലേഷൻ പറഞ്ഞു, ദെൻ എക്കോണമിക് റിലേഷൻ തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ ടൈസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തു. ദെൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ 2015 സൈൻ ചെയ്തു. കോംപ്രഹെൻസീവ് എക്കോണമിക് കോർപ്പറേഷൻസ് 2005 നമ്മൾ സൈൻ ചെയ്തു. ഓക്കെ, ദെൻ എന്താണ് ഇന്ത്യയും നമ്മളുടെ സിംഗപ്പൂരുമായിട്ടുള്ള കൊമേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ എക്കോണമിക് പാർട്ണർഷിപ്പ്. അസിയാനും ഇന്ത്യയുമായിട്ട് നടത്തുന്നതിൽ 27% ട്രേഡും എവിടെ നിന്നാണ്? സിംഗപ്പൂരിൽ നിന്നാണ്. ദെൻ ഇന്ത്യൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ 23% കോൺട്രിബ്യൂഷനും വരുന്നത് എവിടെ നിന്നാണ്? സിംഗപ്പൂരിൽ നിന്നാണ്. സോ സിംഗപ്പൂർ ഹൈലി ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കാരണം 23% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. യൂറോപ്യൻ യൂണിയൻ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? യൂറോപ്യൻ യൂണിയൻ മൊത്തം കൂട്ടിയെടുക്കുന്നതിന്റെ 80% ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ കൺട്രിയാണ് കൊടുക്കുന്നത്. അതിനേക്കാളും കൂടുതലൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ചില സമയങ്ങളിൽ നമ്മളുടെ സിംഗപ്പൂര് ഒറ്റയടിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? സോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മണി ലോണ്ടറിങ്ങിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് പണം ലോണ്ടർ ചെയ്തിട്ട് തിരിച്ച് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ചില സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ മണി ലോണ്ടറിങ്ങിന്റെ ചെറിയ ചെറിയ അവസ്ഥാന്തരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊത്തം അങ്ങനെയാണെന്നൊന്നുമല്ല. സിംഗപ്പൂർ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഐലൻഡ് കൺട്രിയാണ്, കുഞ്ഞൻ കൺട്രിയാണ്. അതെ, ഫോട്ടോയിൽ കണ്ടില്ലേ? ഫോട്ടോയിൽ പോലും കാണാൻ പറ്റാത്ത, മാപ്പിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞൻ കൺട്രിയാണ്. സോ ലോകത്തെ 4ാമത്തെ വലിയ എക്കോണമിയിലേക്ക് 23% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ആരാണ്? ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന കൺട്രിയാണ്. ഏകദേശം നമ്മളുടെ ട്രേഡ്, ഇന്ത്യയും സിംഗപ്പൂരുമായിട്ടുള്ള ട്രേഡ് അറൌണ്ട് 21 ബില്യനോടടുത്ത്, 22-23 ബില്യനോടടുത്ത് എന്തുണ്ട്? ഡോളേഴ്സിൽ നമ്മൾ ട്രേഡ് നടത്തുന്നുണ്ട്, വിറ്റ് വരവ് നടത്തുന്നുണ്ട്. നമ്മളെ ഇവരായിട്ട് എത്രയാണെന്ന് അറിയാമോ? നമ്മൾ ഇപ്പോൾ കോംപ്രഹെൻസീവ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്ത ഇന്ത്യയും UK-യുമായിട്ട് എത്രയായിരുന്നു? അറൌണ്ട് 26-27%. നമ്മൾ 30 എത്തിക്കണം എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? സോ നമുക്ക് UK-യുമായിട്ടുള്ള ട്രേഡിനോളം പോലുന്ന ട്രേഡ് ആരായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്? നമ്മളുടെ സിംഗപ്പൂരായിട്ട്. സോ അതിനോട് അടുത്ത് നിൽക്കുന്ന ട്രേഡ്, ഒരു 90% അടുത്ത് നിൽക്കുന്ന ട്രേഡ് നമ്മൾ ആരായിട്ട് നടത്തുന്നുണ്ട്? നമ്മൾ സിംഗപ്പൂരായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. സോ ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലും നമ്മുടെ ട്രേഡിലും. പെർട്ടിക്കുലർലി ASEAN റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ട്രേഡിൽ ആര് നടത്തുന്നേ? നമ്മളുടെ സിംഗപ്പൂർ നടത്തുന്നേ. ഓക്കെ, സോ ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ എക്കോണമിക് റിലേഷനിൽ സിംഗപ്പൂർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ സിംഗപ്പൂർ നമ്മളുടെ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ടു UPI പേയ്മെന്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന, ഇന്റഗ്രേഷൻ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ആധാർ ഇനേബിള് സംവിധാനം അല്ലെങ്കിൽ ആധാർ പോലെയുള്ള ഒരു സംവിധാനം സിംഗപ്പൂരും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ പറയാം. ഇതെല്ലാമാണ് എക്കോണമിക് കോർപ്പറേഷനിൽ സിംഗപ്പൂർ ചെയ്യുന്ന സംഭാവനകൾ. ഓക്കെ, ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ വരുന്നത് സർവീസ് സെക്ടറുകളിലാണ്. പ്രധാനമായിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ, ട്രേഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പുലികൾ
ഈ സിംഗപ്പൂരിയൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അവര് ഇവിടെ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് അവിടെ നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കുകയും നേരത്തെ അടക്കുകയും ചെയ്യുമല്ലോ. സോ ആ ട്രെൻഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഓക്കെ, ദെൻ ഫിൻടെക് എക്കോണമിയിൽ അല്ലെങ്കിൽ ഫിൻടെക് ആൻഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ ഡിഫൻസ് കോർപ്പറേഷൻ എങ്ങനെയാണ് മേജർ ഒന്ന് രണ്ട് ഡിഫൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരു ഐലൻഡ് കൺട്രി അല്ലേ, അവർക്ക് ഡിഫൻസിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പരിമിതികളുണ്ട്. അവർ മേജർ ഡിഫൻസ് കയറ്റി അയക്കുന്നതല്ല അവരുടെ പ്രാവീണ്യമുള്ളത്. പക്ഷേ മാരിടൈം സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്കും അവർക്കും ഇടയിൽ കടലുണ്ടല്ലോ. സോ ഈ കടലിനെ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ നമ്മൾ അവരുമായിട്ട് കൈകോർക്കാറുണ്ട്. സോ മേജർലി കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ല, പക്ഷേ നമ്മൾ ചില മിലിറ്ററി എക്സർസൈസുകൾ ചെയ്യാറുണ്ട്. ഒന്ന് സിംബെക്സ് എന്ന് പറയും, അതായത് സിംഗപ്പൂർ ഇന്ത്യ ബൈലാറ്ററൽ എക്സ്ചേഞ്ച്, മൾട്ടി മോഡൽ ബൈലാറ്ററൽ എക്സ്ചേഞ്ച്. ദെൻ എയർഫോഴ്സിന്റെ ആണെങ്കിലോ എയർഫോഴ്സ് സിംഗപ്പൂർ ഇന്ത്യ ഡിഫൻസ് എക്സർസൈസ്, അങ്ങനെ പറയുന്ന 1, 2, 3 ഡിഫൻസ് എക്സർസൈസുകൾ. ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്ന ആർമിയുടെ മറ്റൊരു ബൈലാറ്ററൽ മിലിറ്ററി എക്സർസൈസുകൾ നമ്മൾ നടത്താറുണ്ട്. ഓക്കെ, ദെൻ സോ ഈ ഒരു ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഒരു മിലിറ്ററി അല്ലെങ്കിൽ മറൈൻ പ്രോബ്ലംസ് ആരെയും ഉലക്കുന്നുണ്ട്? മലേഷ്യയെയും ഉലക്കുന്നുണ്ട്, ഇന്ത്യയെയും ഉലക്കുന്നുണ്ട്, ചൈനയുടെ കടന്നുവരവ്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ സിംഗപ്പൂരിനെയും ഉലക്കുന്ന കാര്യങ്ങളാണ്. സോ ഡിഫൻസ് കോർപ്പറേഷനിൽ എക്സർസൈസുകൾ മാത്രമേ നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളൂ. കാരണം അവരുടെ ജോലി ആയുധങ്ങൾ കയറ്റി അയക്കുകയും ആയുധങ്ങൾ വാങ്ങിക്കുകയും അല്ല, അവർക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാനായിട്ട് പോർട്ടുകളുണ്ട്. ഓക്കെ, ദെൻ ടെക്നോളജിയിലുള്ള കോർപ്പറേഷൻ. ടെക്നോളജിയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് ISROയുമായിട്ട് നമ്മൾ ഒരുപാട് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂരിന്റെ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ISROയെ തന്നെയാണ്. ഓക്കെ, സോ 2011 അവരുടെ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തത് നമ്മളാണ്. ദെൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ പറഞ്ഞു UPI സിസ്റ്റം ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അത് അവർ ഇനേബിൾ ചെയ്യുന്നുണ്ട്. ദെൻ ആധാർ മോഡലില് ഒരു സിസ്റ്റം അവിടെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിംഗപ്പൂർ ഗവൺമെന്റും ആലോചിക്കുന്നുണ്ട്. സോ അതിനവർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ആധാർ മോഡൽ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ്. ദെൻ അവരുടെ ഒരു മാർക്കറ്റ് സ്പേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് സ്പേസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ONDCയുടെ ഒരു എക്സാമ്പിളും അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ ഒരു സിസ്റ്റം അവർക്കും ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദെൻ ബൈലാറ്ററൽ ടെക്നോളജി സബ്മിറ്റ്, ടെക്നോളജി ട്രാൻസ്ഫറുകൾ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടെക്നോളജി വിദഗ്ധർ, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ വിദഗ്ധർ, ദെൻ ആരാണ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ പരസ്പരം കൈമാറാറുണ്ട്. ആര്? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ. ഓക്കെ, സോ ടെക്നോളജി റിലേഷൻ ആയിട്ട് സ്പേസ് കൊളാബറേഷൻ, ദെൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ ടൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട്, അതായത് ഇന്ത്യനൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അവിടെ ഒരുപാടുണ്ട്. ഓക്കെ, സോ 39 ലക്ഷം മാത്രമാണ് അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3.5 ലക്ഷവും ഏകദേശം 10% ആളുകളും എന്താണ് ഇന്ത്യൻ എത്തനിക് ആണ്, അതായത് ഇന്ത്യൻ ഒറിജിൻസ് ആണ്, സൗത്ത് ഇന്ത്യൻസ് ആണ്. നമ്മളുടെ ചോള സാമ്രാജ്യങ്ങളിലെ ആളുകളൊക്കെ അവിടെ കുടിയേറി പാർക്കുകയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത കഥകൾ നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിലും മോഡേൺ മിഡീവൽ ഇന്ത്യയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു എത്തനിക് കമ്മ്യൂണിറ്റി, ഇന്ത്യൻ എത്തനിക് കമ്മ്യൂണിറ്റീസ് അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് കൾച്ചറൽ റിലേഷനിൽ പറയാനുള്ളത്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്, ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, കാരണം കുറച്ച് ആളുകളെ ഉള്ളൂ, 39 ലക്ഷം ആളുകളെ ഉള്ളൂ, ഒരുപാട് വരുമാനം വരുന്നുണ്ട്, കാരണം പോർട്ടുകളുണ്ട്. സോ അവർ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രിയാണ്. അത് നമുക്ക് സ്മാർട്ട് സിറ്റി പോലെയുള്ള പ്രൊജക്ടുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ പാർക്ക്, ടെക് ട്രാൻസ്പോർട്ട് ഹബ്, അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സർവീസ് സെക്ടറുകളിലാണ്. ഇൻഡസ്ട്രിയൽ പാർക്കുകളിലേക്ക് നമുക്ക് അതിനെ ചുരുക്കാനായിട്ട് സാധിക്കും. ദെൻ ട്രാൻസ്പോർട്ട് ഹബ്ബുകളിലേക്ക് നമുക്ക് അതിനേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് അവരുടെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സ്മാർട്ട് സിറ്റീസ്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ട്രാൻസ്പോർട്ട് ഹബ്ബുകളെല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം അതിന് അവരുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ മോഡൽസ് ഉണ്ട്. നമ്മളുടെ ആധാർ അവരൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന പോലെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൽ മോഡലുകളും എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നമ്മൾ കൊളാബറേറ്റ് ചെയ്യും.
ഓക്കെ, സോ ഇതിനെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ നമ്മളുടെ ഇന്ത്യ സിംഗപ്പൂർ റിലേഷനെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ലൈഡിൽ ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ, എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ, ജിയോഗ്രഫി ആദ്യം മനസ്സിലായല്ലോ. ദെൻ റിലേഷൻസ് 5 കാര്യങ്ങളിൽ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ റിലേഷൻ, ദെൻ എക്കോണമിക് റിലേഷൻ, ദെൻ വേറെ എന്താണ്? സ്ട്രാറ്റജിക് ഓർ ഡിഫൻസ് റിലേഷൻസ്, ദെൻ വേറെ എന്താണ്? സോഷ്യോ കൾച്ചറൽ റിലേഷൻസ്, ദെൻ എനർജി സെക്ടർ. എനർജി സെക്ടറിൽ നമ്മൾ വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്ത്യ നിർമ്മിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ സിംഗപ്പൂരും ഭാഗമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്ഷൻ സസ്റ്റൈനബിൾ വേൾഡിന് വേണ്ടി നിലകൊള്ളാനായിട്ട് 2 കൺട്രിയും ബാധ്യസ്ഥരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്ത്യ സിംഗപ്പൂർ എന്തിൽ ചെയ്യുന്നത്? സസ്റ്റൈനബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻഫ്രാസ്ട്രക്ചറിലോ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ അവർ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഒരു ഡെവലപ്മെന്റ് കൊളാബറേഷനിലേക്ക് നമ്മൾ ഇനി പോകണം എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് പ്രൈവറ്റ് സ്പേസ്, അതായത് പ്രൈവറ്റ് സാറ്റലൈറ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാനായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ സാറ്റലൈറ്റുകൾ നിക്ഷേപിക്കുന്നത് ആരാണ്? സാറ്റലൈറ്റുകൾ നിക്ഷേപിക്കുന്നത് ആരാണ്? ISRO ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അവരാണ് ഇന്ത്യയിൽ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത്. എന്നാൽ ലോകത്തിലെ ഒരു ട്രെൻഡ് നോക്കി നിങ്ങൾ, നാസ ഫോർ എക്സാമ്പിൾ USA എടുക്കുക. USA ഇപ്പോൾ അധികം സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത് ആരാണ്? എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അല്ലെങ്കിൽ സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത്. സോ ഒരു പബ്ലിക് ഏജൻസി അവിടെ ഉണ്ടാകും. നാസ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഏജൻസി അവിടെ ഉണ്ട്. പക്ഷേ ഒരുപാട് പ്രൈവറ്റ് എൻറ്റിറ്റീസും കളത്തിലുണ്ട്. ഓക്കെ, സോ അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. സോ സോമനാഥൻ സാറിന്റെയൊക്കെ പഴയ ISRO ചെയർമാനായിട്ടുള്ള സോമനാഥൻ സാറിന്റെയൊക്കെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മേജർ ആയിട്ടുള്ള ഈ ISRO അല്ലെങ്കിൽ നാസ പോലെയുള്ള ആളുകൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലം വരും. ദെൻ പ്രൈവറ്റ് എൻറ്റിറ്റീസ്, അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷനുകൾ, സ്റ്റാർലിങ്ക് പോലെ അല്ലെങ്കിൽ സ്പേസ് എക്സ് പോലെയുള്ള കമ്പനീസ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റുകൾ നിർമ്മിക്കുകയും അത് ലോഞ്ച് ചെയ്യുകയും വരുന്ന കാലം ഇന്ത്യയിലും സുനിശ്ചിതമാകും. ഓക്കെ, സോ അങ്ങനെ പ്രൈവറ്റ് ഓർഗനൈസേഷനുകൾക്ക്, പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഒരു കളമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഓർഗനൈസേഷനുകളാണുള്ളത്. ഒന്ന് ഇൻ സ്പേസ് എന്ന് പറയും, ഒന്ന് ഇൻ സ്പേസ്. ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ സോ ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. വേറെ എന്തുണ്ട്? NSIL എന്ന് പറയുന്ന നമ്മളുടെ ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ ആം ഉണ്ട്, കൊമേഴ്ഷ്യൽ വിങ് ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഇൻസ്പേസ് എന്നുള്ളത് നമുക്ക് നോക്കണം. ദെൻ NSIL എന്താണ് എന്നുള്ളത് കൂടിയിട്ട് നമുക്ക് നോക്കണം. ഇൻസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൻ ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ഏജൻസി. ഇൻസ്പേസിന്റെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ നാഷണൽ സ്പേസ് ഓതറൈസേഷൻ സെന്റർ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഓക്കെ, പ്രമോഷൻ ഉണ്ട്. P എന്താണ്? ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ, സ്പേസ് പ്രമോഷൻ ചെയ്യാനായിട്ടും ഓതറൈസേഷൻ സെന്റർ. അവരെന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ നോഡൽ ഏജൻസി. എന്താ ഈ നോഡൽ ഏജൻസി ചെയ്യുന്നത്? അവരൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും പ്രൈവറ്റ് പ്രൊജക്ടുകൾക്ക്, അതായത് പ്രൈവറ്റ് എൻറ്റിറ്റീസിന് സാറ്റലൈറ്റുകൾ പരീക്ഷിക്കാനായിട്ടുള്ള. അതായത് ഞാനൊരു പ്രൈവറ്റ് എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കുക, എനിക്ക് 1-2 സാറ്റലൈറ്റുകൾ ഉണ്ട്. എനിക്ക് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാനായിട്ട് ഞാനൊരു പ്രൈവറ്റ് ആയിട്ടൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, കാരണം ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഇൻസ്പേസിനെ സംഘടിപ്പിക്കും അല്ലെങ്കിൽ ഇൻസ്പേസിനെ പോയി പരിചയപ്പെടും. എന്നിട്ട് അവരോട് പറയും, എനിക്ക് ISROയുടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക തരണം? ഞാൻ ഉണ്ടാക്കിയ സാറ്റലൈറ്റിന്റെ ടെക്നോളജിക്കൽ കാപ്പബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ദെൻ ഇതിന് വേറെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്യണം. ദെൻ ഇത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയും എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ. ഓക്കെ, സോ ISROയുടെ വേണമെങ്കിൽ ISROയുടെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് അവർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ലോഞ്ച് ചെയ്യാം. സോ അങ്ങനെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആയിട്ട്, അതായത് നോൺ പബ്ലിക് എൻറ്റിറ്റീസുമായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട്
വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസിയാണ് ഈ ഇൻസ്പേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ഏജൻസി അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ക്രിയേറ്റഡ് ആസ് പാർട്ട് ഓഫ് ഇന്ത്യസ് സ്പേസ് സെക്ടർ റിഫോം. ഓക്കെ, സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് എന്റിറ്റീസിനെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻ സ്പേസ് എന്ന് പറയുന്ന ഒരു സംഘടന, നോഡൽ ഏജൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇന്ത്യൻ നേഷൻ സ്പേസ് ഓതറൈസേഷൻ സെന്റർ. വാട്ട് ഈസ് ഫോർ പി? പി എന്താണ് വരുന്നത്? പി വരുന്നത് പ്രമോഷൻ. മറന്നു പോകരുത്, ഞാൻ ഇടക്കിടക്ക് മറന്നു പോകുന്നുണ്ട്, ഈ പിയുടെ കാര്യം ഞാൻ മറന്നു പോകുന്നുണ്ട്. സ്പേസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ. ആദ്യം പ്രമോഷൻ ചെയ്യണം. പ്രമോഷൻ എന്തൊക്കെയാ ചെയ്യുക? നമ്മളുടെ കൃത്യമായിട്ടുള്ള എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളുടെ സാറ്റലൈറ്റിനെ, പ്രൈവറ്റ് എന്റിറ്റീസ് ഉണ്ടാക്കിയ സാറ്റലൈറ്റിനെ അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ഇവാലുവേറ്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ സാറ്റലൈറ്റ് ഒരെണ്ണം വിട്ട് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാറ്റലൈറ്റുകൾക്ക് കേടുപാട് വരുത്തി കഴിഞ്ഞാലോ, സോ കേപ്പബിൾ ആണെന്ന് ആദ്യം നോക്കും. പ്രമോഷൻ, ഓക്കെ, ദെൻ ഓതറൈസേഷൻ. ഇത് രണ്ടുമാണ് ഇവരുടെ പ്രധാന പണി. ഓക്കെ, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഇൻസ്പേസ് സംഘടന അല്ലെങ്കിൽ ഇൻസ്പേസ് എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് ബോഡി ഭോപ്പാലിലാണ്. ഓക്കെ, സോ ഭോപ്പാലിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദെൻ എന്താണ് കീ ഫംഗ്ഷൻസ്? എന്താണ്? ഇന്റർഫേസ് ബിറ്റ്വീൻ ISRO ആൻഡ് പ്രൈവറ്റ് പ്ലെയേഴ്സ്, ഹെൽപ്പിംഗ് ദം ആക്സസ് ഇന്ത്യൻ സ്പേസ് എക്കോസിസ്റ്റം. ദെൻ പ്രൈവറ്റ് എന്റിറ്റീസിനെ ഗൈഡ് ചെയ്യുക ഇന്റഗ്രേഷൻ ഇൻടു നാഷണൽ സ്പേസ് ഗോളിലേക്ക് വേണ്ടിയിട്ട്. ദെൻ പ്രൈവറ്റ് എന്റിറ്റീസിന്റെ റിക്വയർമെന്റുകൾ, അതായത് ഇനി ISRO എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാത്രം, അവരിനി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഒന്നും യൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് നോക്കില്ല. പുതിയ റിസർച്ചിനും ഡെവലപ്മെന്റിനും മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു ഭാവി കാലത്തിലേക്ക് വരും എന്നാണ് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘടനയുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘടനയുണ്ട്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ പണി എന്താ? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ ആമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആം ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇവരുടെ പണി എന്താണ്? ഇനേബിളിംഗ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ടു ടേക്ക് അപ്പ് ടെക്നോളജി സ്പേസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അതായത് സാറ്റലൈറ്റുകൾ ഉണ്ടാക്കാനായിട്ട് പ്രൈവറ്റ് ഓർഗനൈസേഷനുകളെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനുമായി ചേർന്നിട്ട് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. മനസ്സിലായോ? സോ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആം. ചിലപ്പോൾ ഒരു പാർട്ടുകൾ മാത്രമായിരിക്കും, അതായത് സാറ്റലൈറ്റുകൾ വെക്കേണ്ട ഇന്ന പാർട്ടുകൾ മാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ ആളുകളെ ഏൽപ്പിക്കും. അതിനു വേണ്ടിയിട്ടൊക്കെ കൈകടത്തുന്നത് ആരാണ്? നമ്മളുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇറ്റ്സ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനീസ് ആക്ട് വഴി രൂപപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇറ്റ്സ് എ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് കമ്പനി, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2019 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രവർത്തനം എന്താണ്? എല്ലാ പ്രൈവറ്റ് എന്റിറ്റീസിനെയും നമ്മളുടെ ഇന്ത്യയിൽ വിട്ടിട്ട് ഇന്ത്യയുടെ നാഷണൽ ഗോളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണോ? അല്ല. ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആം. അവർക്ക് വിപണനം ചെയ്യുക, ചില പാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും അല്ല അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വിൽക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് എന്റിറ്റീസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഓക്കെ, സോ ഇത് പലപ്പോഴും ഈ രണ്ട് ഏജൻസിനെയും പലപ്പോഴും ട്വിസ്റ്റ് ചെയ്തിട്ട് പല ടെസ്റ്റ് സീരീസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചോദ്യം ചോദിച്ചിട്ട് അതിൽ ഇൻ സ്പേസിന്റെ കാര്യങ്ങൾ ആഡ് ചെയ്യും. അതായത് എന്തൊക്കെ ആഡ് ചെയ്യും? നമ്മളുടെ ഇന്റർഫേസ് ബിറ്റ്വീൻ ISRO ആൻഡ് പ്രൈവറ്റ് പ്ലെയേഴ്സ്, ദെൻ എന്താണ് നാഷണൽ ഗോളുകളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ സ്പേസിന്റെ ഗോളാണ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. ഇൻ സ്പേസിന്റെ അല്ല, NSIL-ന്റെ ഗോളാണ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. പക്ഷെ അല്ല, ഇത് കൊമേഴ്ഷ്യൽ വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതായത് ISROയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പാർട്ട് സാറ്റലൈറ്റിൽ വെക്കാനായിട്ടുള്ള ഒരു പാർട്ട് എനിക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ പുറത്തു നിന്ന് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ അത് ഇന്ത്യയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനീസിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് ഉള്ള ഹെൽപ്പ് ആര് ചെയ്തു കൊടുക്കും? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയ്തു കൊടുക്കും. ഓക്കെ, സോ ഇൻ സ്പേസ് ആണെങ്കിലോ, ഇൻ സ്പേസ് കുറച്ചുകൂടി ലാർജർ റോളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് എന്റിറ്റീസിന് സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇൻ സ്പേസ് എന്ന് പറയുന്ന ഓട്ടോണമസ് അപ്പെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ. പി മറന്നു പോകരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കാറുണ്ട്. പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഓക്കെ, ആദ്യം പ്രൊമോട്ട് ചെയ്യും, ദെൻ ഓതറൈസ് ചെയ്യും. എന്തിനാ ഓതറൈസ് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷനുകൾ എല്ലാം ചെയ്യുന്നത് ഈ ഇൻ സ്പേസ് എന്ന് പറയുന്ന ഓട്ടോണമസ് സംഘടനയാണ്.
ഓക്കെ, സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ തേർഡ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകാം. തേർഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് മിലിറ്ററി ഡ്രോൺ മോഡേണൈസേഷൻ. എന്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യയുടെ വാർ ഫേസ് അല്ലെങ്കിൽ ലോകത്തിന്റെ വാർ ഫേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പട്ടാളക്കാര് യുദ്ധഭൂമിയിൽ രണ്ട് വശത്തും അണിനിരുന്നിട്ടാണോ യുദ്ധം ചെയ്യുന്നത്? അല്ല. ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ യുദ്ധം ചെയ്യുന്നത്? അല്ല. ഡ്രോണുകൾ യൂസ് ചെയ്തിട്ടുകൊണ്ടാണ്, പെർട്ടിക്കുലർലി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഗസയിലല്ല, ഇസ്രായേല് നമ്മളുടെ ഇവിടെ ഇറാനില് അറ്റാക്ക് ചെയ്ത് ഓർക്കുന്നില്ലേ? അതായത് ഇറാനിന്റെ അകത്തു നിന്നാണ് ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അവർ ലോഞ്ച് ചെയ്തത്. എന്നിട്ട് അവര് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിലെല്ലാം ബോംബ് ചെയ്യാണ്. ദെൻ യുക്രൈനിൽ എങ്ങനെയാണ് മേജർ ഷെയർസ് ഓഫ് യുദ്ധവും നടക്കുന്നത്? ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. എന്താണ് ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്? നമ്മുടെ ഡ്രോണുകളില്ലേ, മറ്റേ കല്യാണത്തിന് ഫോട്ടോ പിടിക്കാൻ പോകുന്ന ഡ്രോണുകളില്ലേ, സെയിം സാധനം. അതിന്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ. അതായത് ആളുകളില്ലാണ്ട് ദൂര സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന യന്ത്ര ഉപകരണങ്ങളെയാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദെൻ വേറെ എവിടെയാണ്? നഗോണോ കരാബാഗ് എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നഗോണോ കരാബാഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അസർബൈജാൻ അർമേനിയ തീരങ്ങളിൽ അല്ലെങ്കിൽ അർമേനിയ ബോർഡറുകളിൽ കിടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റഡ് ഏരിയയാണ് ഈ നഗോർണോ കരാബാഗ്. സോ അവിടെ യുദ്ധം നടന്നപ്പോഴും എന്താ യൂസ് ചെയ്തേ? നമ്മൾ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ്. ഇന്ത്യയിലെ ഓപ്പറേഷൻ സിന്ദൂർ, അതിലും മേജർ ഷെയർസ് ഓഫ്. സോ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ട് ഇന്ത്യൻ സൈന്യം, അല്ലെങ്കിൽ ഇന്ത്യൻ മിസൈലുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ മിസൈലിനെ തൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകളുടെ വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഡ്രോൺ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കൾച്ചറിലേക്ക് ആര് പോയിക്കൊണ്ടിരിക്കുകയാണ്? ലോകത്തിന്റെ വാർഫെയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ അവസരത്തില് ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, സോ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് അക്യൂർ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ് USA കയ്യിൽ നിന്ന് MQ-9B റീപ്പർ വിമാനങ്ങൾ, അല്ലെങ്കിൽ MQ-9B റീപ്പർ വിമാനങ്ങളെയാണ് നമ്മൾ US കയ്യിൽ നിന്ന് അക്യൂർ ചെയ്യാൻ പോകുന്നത്. സോ പ്രിലിംസിന് ഒരു ചോദ്യം ആയിക്കൂടെ, MQ-9B റീപ്പേഴ്സ്, ദെൻ ഹെറോൺ, ദെൻ Harap are these names are related, frequently seen in news is related to. അങ്ങനെ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് 4 ഓപ്ഷനുകൾ കൊടുത്തൂടെ? അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അല്ലെങ്കിൽ ദ ന്യൂലി ഫൗണ്ടഡ് വോൾക്കാനോസ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ദെൻ വേറെ എന്താണ് ചോദിക്കാൻ പറ്റുക? അല്ലെങ്കിൽ വേറെ 2 ഓപ്ഷനുകൾ കൂടി ഇടാം. അപ്പൊ അതിലെന്താണ്? ഇപ്പോ MQ-9B റീപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോകണം അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിലേക്ക്. ഓക്കെ, സോ MQ-9B റീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആണ്. ആരുടെ കയ്യിൽ നിന്ന് അക്യൂർ ചെയ്യാനായിട്ട്? നമ്മുടെ USA കയ്യിൽ നിന്ന് അക്യൂർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ഈ അവസരത്തിൽ നമുക്ക് ആരാണ് ഇതിലെ കീ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് വിൽക്കുന്നത് ആരാണ് നമുക്ക് നോക്കണം. 3 കൺട്രീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് USA, ഓഫ് കോഴ്സ് USA. ദെൻ വേറെ ആരുണ്ട്? ചൈനീസ് പ്രൊഡക്ട്സ് ഉണ്ട്. ചൈന ഇല്ലാത്തൊരു കളി ഉണ്ടോ? ദെൻ മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് വെക്കുന്നത് നമ്മുടെ ടർക്കിയാണ്. ഓക്കെ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് വെക്കുന്നത് ടർക്കിയാണ്. ദെൻ ഉണ്ട് കേട്ടോ, ഇപ്പൊ നമ്മുടെ ഇസ്രായേൽ ആയി കഴിഞ്ഞാൽ, പക്ഷേ ഇസ്രായേലിന് ഇപ്പൊ സമയമില്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താനായിട്ട്. അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെ അവർക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ്. അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ടെക്നോളജി ഉള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ഹിസ്റ്ററി. നമ്മൾ MQ-9B നമ്മൾ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ദെൻ നമ്മൾ എവിടെ നിന്നുണ്ട്? നമ്മളുടെ ഈ ഇസ്രായേൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 1-2 UAVs ഉണ്ട്, അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്. എന്താണ്? ഹെറോൺ എന്ന് പറയുന്ന ഒരു ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്. ദെൻ ഹാരപ്പ്. ഇതെല്ലാം എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇസ്രായേലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ്. ദെൻ ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ 3 സോഴ്സുകളാണുള്ളത്. ഒന്ന് USA ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് വരാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങാൻ പോകുന്നുണ്ട്, MQ-9B. ദെൻ ഹെറോൺ എന്ന് പറയുന്നതും ഹാരപ്പ് എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. ദെൻ ഇൻഡിജീനിയസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിഷാന്ത്, റസ്തം എന്ന് പറയും, നേത്ര എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേത്രം, കണ്ണിന്റെ കാഴ്ച തന്നെ, അതായത് ഒബ്സർവേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ മിസൈലുകളെ, ആന്റി ടാങ്ക് മിസൈലുകളിലേക്ക് പോകുന്ന ചില ഇതുണ്ട്. എന്താണ്? നമ്മളുടെ ഡ്രോണുകളുണ്ട്. ഇപ്പൊ റസ്തം പോലെയൊക്കെ ആണെങ്കിൽ ആന്റി ടാങ്കിനെ തകർക്കാനായിട്ടുള്ള ശക്തിയൊക്കെ അതിനുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് നമുക്കുണ്ട്.
ദെൻ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? നമ്മുടെ അക്വിസിഷൻ കുറവാണ്, കാരണം ചൈന ഒരു ഹ്യൂജ് പ്ലെയർ ആയിട്ട് അവിടെയുണ്ട്. ദെൻ ടർക്കിയും ഹ്യൂജ് പ്ലെയർ ആണ്. സെക്കൻഡ് നിൽക്കുന്നത് ആരാണ്? സെക്കൻഡ് നിൽക്കുന്നത് ടർക്കിയാണ്. ഓക്കെ, ഈ രണ്ട് പേരും നമുക്ക് എതിരാണ്. ഒന്ന്, ചൈനയായിട്ട് നമുക്ക് വലിയ കണക്ഷൻ ഒന്നും ഇല്ല, നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ടർക്കി ആണെങ്കിലോ, ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചു കഴിഞ്ഞപ്പോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ആദ്യ കൺട്രീസിൽ ആരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്? ടർക്കിയാണ് മുന്നിലുണ്ടായിരുന്നത്. സോ ഈ രണ്ട് കൺട്രിയും നമ്മളുടെ ഫോറിൻ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇടഞ്ഞു നിൽക്കുന്ന കൺട്രിയാണ്. ടർക്കി ചൈനയെ അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം മതപരമായിട്ടുള്ള കാരണമാണ്, റിലീജിയസ് കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് അവിടെ വരുന്നത്. അല്ലാണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒന്നുമല്ല സപ്പോർട്ട് ചെയ്യാൻ, കാരണം രണ്ടും മുസ്ലിം രാഷ്ട്രമാണ്. സോ ഒരു മുസ്ലിമിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും അവിടെ വന്നത്. ഓക്കെ, സോ ഈ രണ്ട് കൺട്രീസും മേജർലി അൺആർമഡ് വേരിയൽ വെഹിക്കിൾസ് നിർമ്മിക്കുന്ന രണ്ട് കൺട്രീസും ഇന്ത്യയുമായിട്ട് അത്ര രസത്തിലല്ല. ദെൻ പ്രധാനമായിട്ടുള്ളത് US ആണ്. ഓക്കെ, പക്ഷേ US ടെക്നോളജി ഇപ്പോ അത്ര ടോപ്പ് നോച്ച് അല്ല. ചൈന ഉണ്ടാക്കുന്ന വിപുലീകരിച്ച സാധനങ്ങളെ പോലെ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിസർച്ചുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല US മാർക്കറ്റ് ഷെയർ വരുന്നത്, അല്ലെങ്കിൽ US നിലനിൽപ്പ് വരുന്നത്. അത് US MQ9B ഒക്കെ ഉണ്ടെന്ന് പറയാമെങ്കിലും ചൈന ഉണ്ടാക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ടൂൾസ്, സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്റ്റുകൾ ഇപ്പോ US കയ്യിലില്ല. സോ അതൊരു പ്രോബ്ലമാണ്. ദെൻ US മാർക്കറ്റ് ഷെയറും കുറവാണ്. 8% മാത്രമേ US മാർക്കറ്റ് ഷെയർ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം. സോ ഈ ടെക്നോളജി കൺട്രോൾ റെജീം കാരണം മിസൈലിൽ നമ്മുടെ USA ചില റെസ്ട്രിക്ഷനുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള മിസൈലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡ്രോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് സപ്ലൈ ചെയ്യുന്നതിനൊക്കെ റെസ്ട്രിക്ഷനുകൾ ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് USA ഈ ഡ്രോണുകളിലുള്ള അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിലുള്ള ഷെയർസ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഒരു സിസ്റ്റം മനസ്സിലായല്ലോ. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിലുള്ള ഇന്ത്യയുടെ ഒരു കേപ്പബിലിറ്റി മനസ്സിലായല്ലോ. 3 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന്, USA ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, ദെൻ നമ്മളുടെ ഇസ്രായേലിൽ നിന്നാണ് പ്രധാനമായിട്ടും പാലിക്കുന്ന ഹാപ്പർ എന്നൊക്കെ പറയുന്ന വിമാനങ്ങൾ, ദെൻ ഇൻഡിജീനിയസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നേത്ര പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നത്? സോ നമുക്ക് ചൈനയിലേക്കും പോകാനായിട്ട് പറ്റില്ല, ടർക്കിയിലേക്കും ഒരു പരിധി വരെ പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്കാണ്. അതായത് US മാത്രം നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. എങ്ങനെയാണ്? US മാത്രം നമ്മൾ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിയാകില്ല. ഓക്കെ, US നിന്ന് മാറിയിട്ട് പല രാജ്യങ്ങളിലേക്കും, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ഹൈലി ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഈ കൺട്രീസിലേക്കെല്ലാം നമ്മൾ ഡൈവേഴ്സ് ചെയ്ത് പോകണം. ദെൻ രണ്ടാമത്തെ കാര്യം, ഇൻഡിജീനിയസ് ഇന്നോവേഷൻസ്. അതായത് ഇന്ത്യ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും AI സ്റ്റെം ടെക്നോളജിയിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. കൂടുതലായിട്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പല രാജ്യങ്ങളുമായിട്ടും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും കൊളാബറേറ്റിംഗ് വെഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുമുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. ബ്യൂറോക്രാറ്റിക് ചലഞ്ചസുകൾ പലതുമുണ്ട്. ഇതെല്ലാം നമ്മൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മളുടെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇന്റൻസീവ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഭാവിയുടെ യുദ്ധം അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിലായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുകയും അത് ഉഗ്ര പ്രഹരശേഷികൾ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ സമയത്ത് നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രോഗ്രാമുകളിൽ നടത്തണം. MQB റീപ്പറുകളിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ അത്ര വലിയ കടുകട്ടിയായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒന്നുമല്ല. ആഫ്രിക്ക ഈസ് ചലഞ്ചിങ് ചൈനാസ് മൈനിങ് ഹെജിമണി. ചൈനയുടെ മൈനിങ് ഹെജിമണി, അതായത് ആഫ്രിക്കൻ കൺട്രീസിൽ മൊത്തമായിട്ട് ചൈന റയർ എർത്ത് എലമെന്റുകളും അല്ലെങ്കിൽ നോർമൽ മെറ്റലുകളും ഹ്യൂജ്ലി എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ആഫ്രിക്കയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ് എന്ത്? അവരുടെ ഖനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് റിസോഴ്സസുകൾ, പെർട്ടിക്കുലർലി മിനറലുകൾ, കൊബാൾട്ട്, സ്വർണം. ഇന്ത്യ ഗാനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഇന്ത്യ 5 നേഷൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് അക്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ്? ഗോൾഡ് ആണ്. സോ
ഈ ആ, നമ്മളുടെ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ നാച്ചുറൽ റിസോഴ്സസിൽ സമ്പന്നമാണ്. പെർട്ടിക്കുലർലി മെറ്റൽസ്, റയർ എർത്ത് മെറ്റൽസ്, ദെൻ കൊബാൾട്ട്, നിക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമ്പന്നമാണ്. സോ ചൈനയ്ക്ക് ഇവിടെ ഒരു ഹെജിമണി ഉണ്ട്, വിച്ച് മീൻസ് ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. എന്താണ് ഈ കൺട്രീസുമായിട്ട്, പല കൺട്രീസുമായിട്ടും ചൈന മുന്നേയുള്ള ധാരണകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കറന്റ്ലി ആഫ്രിക്കൻ കൺട്രീസ് ഒന്ന് തിരിച്ചു ചിന്തിക്കുകയാണ്. കാരണം ചൈനീസ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അവരുടെ രാജ്യത്തെ വളർത്തിക്കൊള്ളാം, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളെ വളർത്തിക്കൊള്ളാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് പല രാജ്യങ്ങളും ചൈനയുമായിട്ട് കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ചൈന അത് ചെയ്യുന്നില്ല. പകരം കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു. സോ ഈ അവസരത്തിൽ പല കൺട്രീസും, ഇപ്പോൾ സിംബാബ്വെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന കൺട്രി ആണെങ്കിലും എന്താ ചെയ്യുന്നത്, ഈ പ്രശ്നത്തെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ ചൈനീസിന്റെ ഈ കടന്നുകയറ്റത്തെ എന്ത് ചെയ്യുന്നു, എതിർത്ത് കൊണ്ടിരിക്കുകയാണ്. സോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ സിംബാബ്വേയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ദെൻ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ടോ? സോ ഈ രണ്ട് രാജ്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 80%, ലോകത്തിന്റെ 80%-ഓളം കൊബാൾട്ട് ഔട്ട്പുട്ടും വരുന്നത് ഈ DRCയിൽ നിന്നാണ്, അല്ലെങ്കിൽ കോങ്കോയിൽ നിന്നാണ്. ഓക്കെ, സോ ചൈനയ്ക്ക് ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ചൈനയാണ് ഈ ഒരു മേജർ പ്രൊജക്ടുകളെല്ലാം, കൊബാൾട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള മേജർ പ്രൊജക്ടുകളെല്ലാം എവിടെ ഏറ്റെടുത്തിരിക്കുന്നത്, നമ്മളുടെ DRCയിൽ അല്ലെങ്കിൽ കോങ്കോയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു എഗ്രിമെന്റ് ഉണ്ട്, സീക്കോ മൈൻസ് എഗ്രിമെന്റ് എന്ന് പറയും. അതായത് സീനോ ആൻഡ് കോങ്കോ മൈൻസ് എഗ്രിമെന്റ്. ഓക്കെ, സോ സീനോ ആൻഡ് കോങ്കോ മൈൻസ് എഗ്രിമെന്റ്, സീക്കോ മൈൻസ്. ആ ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് കോങ്കോയിൽ പ്രധാനപ്പെട്ട മൈനുകളെല്ലാം കൊബാൾട്ട് ചൈന എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ചൈന എന്തിനാ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ചൈന തിരിച്ചെന്താ കൊടുക്കുന്നത്? അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ബിൽഡ് ചെയ്തുകൊള്ളാം, കോങ്കോയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ബിൽഡ് ചെയ്തു കൊള്ളാം എന്നൊരു ഉറപ്പിന്റെ മേലാണ്. പക്ഷേ അതവർ ചെയ്യുന്നില്ല. ലോ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടുത്തെ ഫാക്ടറികളും അവിടുത്തെ ഹൗസിംഗ് സെക്ടറുകളും, അവിടെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം വെരി മിനിമൽ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് തള്ളുക മാത്രമാണ് ചൈന ചെയ്യുന്നത്, അല്ലാണ്ട് ലാർജ് ഇൻഫ്രാസ്ട്രക്ചറുകളൊന്നും അവർ ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് അവിടുത്തെ സംഘടനകൾ, അവിടുത്തെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുകളും ഗവൺമെന്റുകളും ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ വേറെ ഒരു പ്രോബ്ലം ഉണ്ട്. വേറൊരു പ്രോബ്ലം സിംബാബ്വേയുടെ പ്രോബ്ലമാണ്. ഓക്കെ, സിംബാബ്വെ ലിഥിയം എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികളിൽ പ്രധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ്. ഓക്കെ, സിംബാബ്വേയിൽ ചൈന ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന എക്സ്ട്രാക്ട് ചെയ്യും, എന്ത്, റോ ലിഥിയം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, ലോ ലിഥിയം എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ സിംബാബ്വേയിലെ ജനങ്ങൾ ആരായി മാറി? ഈ മൈനിങ് നടത്തുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ മാത്രമായിട്ട് സിംബാബ്വേയിലെ ജനങ്ങൾ മാറി. സിംബാബ്വേക്കാർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളുടെ ഇവിടെ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ലിഥിയം ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഫാക്ടറീസ് വേണം. ചൈന ഫാക്ടറീസ് നിർമ്മിക്കേണ്ടി വരും. ഫാക്ടറീസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ എന്ത് കിട്ടും? എംപ്ലോയ്മെന്റ് കിട്ടും. ഫാക്ടറീസുമായി ബന്ധപ്പെട്ട് വീടുകൾ വരും, വീടുകളുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വരും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രീസ് വരും. അങ്ങനെ ഒരു രാജ്യം വളരാനായിട്ടുള്ളൊരു കാര്യം ഇവരുടെ ഈ ലിഥിയം റിസോഴ്സസിൽ നിന്നുണ്ട്. പക്ഷേ ചൈന ചെയ്യുന്നത് ഇത് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. റോ ലിഥിയം എക്സ്പോർട്ട് ചെയ്തിട്ട് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് അതെന്ത് ചെയ്യും? അത് ഫാക്ടറീസിൽ യൂസ് ചെയ്യും. സോ ചൈനയിലുള്ള ആളുകൾക്കാണ് അവിടെ ജോലി കിട്ടുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലിഥിയം എടുത്തുകൊണ്ട് പോവുകയും അത് ചൈനയിൽ കൊണ്ടുപോയി എക്സ്ട്രാക്ട് ചെയ്ത് അവിടുത്തെ ആളുകൾക്ക് ലാഭം ഉണ്ടാക്കുകയും കൊടുക്കും. അപ്പോൾ സിംബാബ്വെ പറഞ്ഞു ഇനി അത് വേണ്ട. സോ അതൊരു പ്രോബ്ലം. ലിമിറ്റഡ് ജോബ് ക്രിയേഷൻ, എൻവിറോൺമെന്റൽ കൺസേൺസ്, ഇത് ചെറിയ കാര്യമാണ് ഉണ്ടാക്കുന്നത്. ഈ ലിഥിയം എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും എൻവിറോൺമെന്റൽ കൺസേൺസ്, മിനിമൽ ലോക്കൽ എക്കോണമിക് ബെനിഫിറ്റ്. സോ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളുടെ ചൈനയെ ഈ ലിഥിയം എക്സ്പോർട്ടിൽ നിന്ന് കുറയ്ക്കണം. അല്ലെങ്കിൽ ചൈന എന്ത് ചെയ്യണം? അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ലിഥിയം എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം. പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഫാക്ടറികൾ സിംബാബ്വേയിൽ തുറക്കാനായിട്ട് പറയണം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്താ ചെയ്യുന്നത്? പ്രശ്നങ്ങൾ സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ്, സൗത്ത് ആഫ്രിക്ക അല്ല, ആഫ്രിക്കൻ കൺട്രീസിന് ചൈനയുമായിട്ട് ഉണ്ട്.
ഓക്കെ. സോ ഇനി ഇതിലെന്താണ്, അതായത് സോ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയുടെ കടന്നുവരവ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഇന്ത്യയും ഈ റയർ എർത്ത് എലമെന്റുകളും മെറ്റൽസും ആവശ്യമുള്ള ഒരു കൺട്രി അല്ലേ? ആവശ്യമുള്ള ഒരു കൺട്രിയാണ്. സോ ഇവിടെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നമ്മൾ നടത്താനായിട്ട് തയ്യാറാവണം, അല്ലെങ്കിൽ ഇന്ത്യ ശ്രദ്ധിക്കണം. കാരണം ഗ്ലോബൽ സൗത്തിലേക്കൊക്കെ ഗാംബിയ പോലെയുള്ള കൺട്രീസ്, ഘാന പോലെയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെ പോയിട്ട് അവിടുത്തെ ഒരു അവാർഡും സ്വീകരിച്ചിട്ട് മോദി തിരിച്ചു പോരുകയാണോ ചെയ്യുന്നത്? അല്ല. ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ആഫ്രിക്കൻ കൺട്രീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യണം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ദെൻ അതുവഴി നമുക്കൊരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇന്ത്യയുടെ റയർ എർത്ത് എലമെന്റ് റിക്വയർമെന്റുകളും ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൂടുതൽ പോസിബിലിറ്റി തുറക്കാനായിട്ട് സാധിക്കണം. സോ ഇറ്റ്സ് എ ചലഞ്ച് ഫോർ ചൈന. ചൈനയ്ക്ക് ഇതൊരു ചലഞ്ചാണ്. സോ ഇന്ത്യക്ക് അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഇന്ത്യ ആഫ്രിക്കൻ കൺട്രീസും ഒക്കെ ആയിട്ട് ഒരുപാട് എന്ത് ഉള്ള രാജ്യമാണ്? ടൈസ്, ഡിപ്ലോമാറ്റിക് ടൈസ് ഉള്ള രാജ്യമാണ്. സോ ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ സോ ആ ഒരു പാർട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ലാസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗാലൻട്രി അവാർഡ്സ്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്, 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗാലൻട്രി അവാർഡ്സുകൾ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. രാജ്യത്ത് 2 തവണയാണ് ഈ ഗാലൻട്രി അവാർഡ്സുകൾ പ്രഖ്യാപിക്കുന്നത്. ഒന്ന് നമ്മളുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നും, രണ്ടാമത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നുമാണ് നമ്മൾ ഗാലൻട്രി അവാർഡ്സ് പ്രഖ്യാപിക്കുന്നത്. സോ ഈ അവസരത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗാലൻട്രി അവാർഡ്സിനെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ. നമുക്ക് 2 തരത്തില് ഗാലൻട്രി അവാർഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വാർ ടൈം ഗാലൻട്രി അവാർഡ് ആൻഡ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്. ഓക്കെ. യുദ്ധസമയത്തിലെ നിങ്ങളുടെ ധീരതയ്ക്കും വീരത്വത്തിനും വേണ്ടിയിട്ട് നമ്മൾ വാർ ടൈം ഗാലൻട്രി അവാർഡുകൾ കൊടുക്കുന്നു. ദെൻ പീസ് ടൈം, നിങ്ങൾ യുദ്ധമില്ലാതെ ഇരുന്നപ്പോ അല്ലെങ്കിൽ സാധാരണ ആയിരുന്ന സമയത്ത് നിങ്ങളുടെ വീരകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്നായി പ്രവർത്തിച്ചു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പീസ് ടൈം ഗാലൻട്രി അവാർഡ്. ഓക്കെ. സോ അങ്ങനെ ടോട്ടൽ പ്രധാനപ്പെട്ട 6 ഗാലൻട്രി അവാർഡുകളാണ് നമുക്കുള്ളത്. ഓക്കെ. വാർ ടൈം ഗാലൻട്രി അവാർഡുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് വീരചക്രയാണ്. വീരന്മാർക്ക് കൊടുക്കുന്ന അവകാശം അല്ലെങ്കിൽ വീരന്മാർക്ക് കൊടുക്കുന്ന എന്താണ് സമ്മാനം. സോ അങ്ങനെ ഓർത്തിരിക്കുക, വീരന്മാർക്ക് കൊടുക്കുന്ന അവകാശം. ദെൻ വീരചക്ര, മഹാവീർ ചക്ര ആൻഡ് പരംവീർ ചക്ര. സോ ആദ്യം വീരൻ, വീരനേക്കാൾ വലുതാരാണ്? മഹാവീരൻ. ദെൻ ഏറ്റവും ടോപ്പില് പരംബ്രഹ്മാവ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സോ 3 ഓർക്കുക: വീരചക്ര, മഹാവീർ ചക്ര, പരംവീർ ചക്ര. ഇങ്ങനെ 3 വാർ ടൈം ഗാലൻട്രി അവാർഡുകൾ നമുക്കുണ്ട്. ദെൻ പീസ് ടൈം അല്ലെങ്കിൽ യുദ്ധമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ മോഹൻലാൽ കയറി വരും. മോഹൻലാലിന്റെ 2 സിനിമയുടെ പേരുണ്ടല്ലോ, ഏതൊക്കെയാണ്? കീർത്തി ചക്ര, അശോക ചക്ര. ഓക്കെ. സോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്താണ്? ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത് അശോക ചക്ര എന്ന് പറഞ്ഞ് മാത്രമായിരുന്നു. 3 അശോക ചക്ര ക്ലാസ് 1, അശോക ചക്ര ക്ലാസ് 2, അശോക ചക്ര ക്ലാസ് 3. ഇങ്ങനെ 3 അവാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. സോ അതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പരമോന്നതമായ പൊസിഷനിൽ ഉണ്ടായിരുന്നത് അശോക ചക്ര ക്ലാസ് 1 ആണ്. അതിനെ നമ്മൾ പേര് മാറ്റിയിട്ട് എന്ത് വിളിച്ചു? ശൗര്യ ചക്ര ഏറ്റവും ബേസിൽ വരുന്നത്, ദെൻ കീർത്തി ചക്ര, ദെൻ അശോക ചക്ര. അങ്ങനെ 3 എണ്ണമാക്കി മാറ്റി. ഓർക്കാനായിട്ട് എന്താണ് ഇത്? ചില മാറിപ്പോ ഇത് പീസ് ടൈം ആണോ അല്ലെങ്കിൽ വാർ ടൈം ആണോ? ഓർക്കുക, പീസ് യുദ്ധമില്ലാതിരിക്കുന്ന സമയത്ത് ആര് വരും? മോഹൻലാൽ വരും എന്ന് പറഞ്ഞ് ഓർക്കുക. ദെൻ മോഹൻലാൽ വരുമ്പോൾ മോഹൻലാലിന്റെ 2 എണ്ണം ആരൊക്കെയാണ്? അശോക ചക്ര, കീർത്തി ചക്ര ആൻഡ് ശൗര്യ ചക്ര. ഓക്കെ. യുദ്ധമുള്ളപ്പോഴാണ് വീരന്മാരെ നിയമിക്കുന്നത്. ബാഹുബലിയിൽ പറയില്ലേ, ആരാണ് വീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യില്ലേ? സോ വീരന്മാരെ നിയമിക്കുന്നത് യുദ്ധമുള്ളപ്പോഴാണ്. സോ വീരചക്ര എന്താണ്? ടോപ്പില് പരംവീർ ചക്ര, അതിന് താഴെ ആരാണ്? മഹാവീർ, ദെൻ നോർമൽ വീർ ചക്ര. ഓക്കെ. സോ വീരചക്ര വാർ ടൈം, ദെൻ അശോക ചക്ര, അശോക ക്ലാസ് വരുന്നത് നമ്മളുടെ പീസ് ടൈം ഗാലൻട്രി അവാർഡ്. ദെൻ ഇത് മാത്രമാണോ ഗാലൻട്രി അവാർഡ് എന്ന് പറയുന്നത്? അല്ല, ഇത് മാത്രമല്ല ഗാലൻട്രി അവാർഡ്. നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഒരുപാട് അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട്. വിച്ച് മീൻസ് നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട്, നേവൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട്, ആർമി ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെപ്പറേറ്റ് ഗാലൻട്രി അവാർഡുകളെ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്.
സോ മേജർ ആയിട്ടുള്ള കാലണ്ടറി അവാർഡ്സ് 2 ടൈപ്പാണ്. അത് മാത്രമൊന്നുമല്ല, നാളെ പ്രഖ്യാപിക്കുമ്പോൾ നാളത്തെ പത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെ അവാർഡുകളാണ് ഉള്ളത് എന്നുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അവാർഡ് ഉണ്ട്. പ്രധാനപ്പെട്ട കാലണ്ടറി അവാർഡ്സ് ആണ് ഈ 2 സെക്ടറുകളിൽ നമ്മൾ 2 കാലഘട്ടങ്ങളിലായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് ജാനുവരി 26-നും 2 ഓഗസ്റ്റ് 15-നുമാണ്. ഓക്കെ ആണോ? സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സുകളിൽ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ദിവസം കാണാം.